അടി പപ്പയാണോ ഡി ഇന്ന് അമ്മ ഡ്യൂട്ടിക്ക് പോവാ അമ്മയുടെ പൊന്നു പിടിച്ചു കരയല്ലേ അത് ഓ കണ്ണിലെന്നടി കണ്ണിപ്പിൽ ഇല്ല പോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തായിരുന്നോ? എഗ് എടുത്തിട്ടുണ്ട്. എഗ് 2 പ്ലം ഒരു ബ്രെഡ് ഫുൾ കോൺ വീട്ടിന്റെ പോവാണേ. നമുക്ക് ഡേക്കറി പാം കൊച്ചിന് തൊപ്പി എന്തിയേ ഗൗരവമായിട്ടിരിക്കുന്നേനാ അട്ടാ യോണിക്കുട്ടിക്ക് എത്ര മണിക്കാ? 8 മണിക്കല്ലേ? അക്കിക്ക് 8:45. 8:45. മാളിനോ 9 o'clock. പെട്ടെന്ന് അറിയാം യോണിക്കുട്ടിക്ക് സമയമായി കേട്ടോ. സ്കൂളിൽ പോകാൻ ബാഗ് ഒന്നും വേണ്ടേ? ആനാ മറ്റേ സ്കൂളിൽ ഒരു വീക്ക് ഇനി മറ്റേ വെക്കേഷൻ സ്റ്റാർട്ട് ആവാൻ പോവല്ലേ? വെക്കേഷൻ സ്റ്റാർട്ട് ആവുന്നോണ്ട് മറ്റേ അറ്റ്ലീസ്റ്റ് ഒരു വീക്ക് മറ്റേ ഹോംവർക്ക് ഇല്ലാതെ ബാഗ് ഒന്നും വേണ്ട, ചുമ്മാ പോയാൽ മതി. ഓക്കെ. ജാക്കറ്റ് വേണം? തണുപ്പുണ്ട്, ചെറിയ തണുപ്പുണ്ട്. ജാക്കറ്റ് ഇട്ടോണേ. എങ്കിലും യോണിക്കുട്ടി എടുക്കുവാണ്, ചുമ്മാ ബാഗ് മാത്രം. അതൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ. ചുമ്മാ എടുക്കണേ. ഓക്കെ. എന്തായാലും സ്കൂളിൽ പോകുന്ന എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഓക്കെ, എന്തെങ്കിലും കിട്ടുവാണെങ്കിലോ. ഓക്കെ, ഒന്ന് പോക്കോട്ടോ. തിരിച്ചു വരുമ്പോൾ ചൂടാണെങ്കിൽ ജാക്കറ്റ് അതിനകത്ത് ബാഗിനകത്ത് ഇട്ടിട്ട് പോരാ കേട്ടോ. എടുക്കുക ഡൂലിംഗോ. ഓക്കെ, പപ്പ ജിമ്മി പോവാണേ. അപ്പൊ സ്കൂളിൽ പോകാട്ടോ. ഓണം പോണിക്കല്ലേ? പപ്പ പോവാണേ. ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് കുറച്ച് വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്യാൻ വെച്ചു. അതായത് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, ബ്രക്കോളി, മഷ്റൂം, പിന്നെ 2 സവോള കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നെ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ്, കുറച്ച് പാപ്രിക്കപ്പൊടി, 2 വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അവനകത്ത് 200 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് കൊണ്ട് റെഡി ആവണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? മറ്റേ സ്കൂളിൽ ഞാൻ വന്നപ്പോഴാണെങ്കിൽ മറ്റേ നേരെ വന്നപ്പോഴെങ്കിൽ മറ്റേ 6th graders ഉണ്ടല്ലോ, അവരുടെ മറ്റേ എൻ്റെ കുമ്മി പോലത്തെ 6th graders-ടെ ഒരു വേറെ കൊച്ച്, എൻ്റെ കുമ്മി അല്ലാത്ത പക്ഷെ വേറെ കൊച്ച്, അവരുടെ സൈക്കിളിൽ നോർമൽ സൈക്കിളാണ് ഓടിച്ചിരുന്ന സൈക്കിൾ എനിക്കുള്ള പോലത്തെ, പക്ഷെ ഡിഫറെൻറ്റ് കളറാണ്. പിന്നെ അവൻ പോയിട്ട് ബിൽത്തുമേൽ പോയിട്ട് വാങ്ങി ഒരു മോട്ടോർ സൈക്കിളിന്റെ സൗണ്ട് വരുന്ന ഒരു സാധനം ഇല്ലേ കയ്യിലെടുത്ത് ചെയ്യാൻ, അത് അതിന് അറ്റാച്ച് ചെയ്തു. മറ്റേ ഒരു കൈ പിടിച്ചുള്ള സാധനത്തില്ലേ അതിൻ്റെ ഇഷ്ടം മറ്റേ ബെല്ലല്ലാതെ അതുപോലെ ചെയ്യാൻ. പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടമല്ല മോട്ടോർ സൈക്കിൾ. സോ ഞാൻ ചോദിച്ചു ഇവനെ കിട്ടിയത് ബിൽത്തുമാന്ന് പറഞ്ഞു. ചക്കും പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ആ മോട്ടോർ സൈക്കിൾ പഠിപ്പിച്ചോ? ഇല്ല, പഠിപ്പിച്ചു ആയിരിക്കും മത്തിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റത്തെ തോന്നി ഫുൾ സ്കൂളിൽ ഞങ്ങൾ പീറോസ് കളിച്ചു അകത്തിരുന്നിട്ട്. 2 ദിവസം കൂടെ ഉള്ളൂ. നമ്മൾ എന്തായാലും മറ്റേ 1ാം ക്ലാസ്സിൽ തൊട്ടാണ് മറ്റേ 6th graders-ന് മറ്റേ ഫ്ലവർ കൊടുക്കണം, മാൾക്കും ചെയ്ത പോലെ ഫ്ലവർ കൊടുക്കണം. സോ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അത് ഇന്ന് അല്ല എന്നാ കുടിക്കണേനാ പിന്നെ എന്നിട്ട് കിഴക്കുള്ള അതാണെങ്കിൽ പിന്നെ എപ്പോഴും എന്തിനാ പോണ്ടേ. പക്ഷെ നെറോസേന്റെ പാരന്റ്സ് വരാൻ പാടില്ല, ടൂ മച്ച് പാരന്റ്സ് വരുന്നോണ്ട് എന്തോ നമ്പർ തെറ്റി പോകുന്നു. ഇവരുടെ പറയാൻ പറ്റില്ല, പപ്പ വരണം. നിങ്ങൾ എന്റെ ചിക്കൻ അത് ഏറ്റവും ബെസ്റ്റാണ്. എനിക്ക് പോയി കയ്യെ കഴിയാ അമ്മ ഇപ്പൊ കുറച്ചും വരും. ചക്കി പോകല്ലോ ഇന്ന് തൃപ്പിക്കൊണ്ടേ പോണം. പിള്ളേർക്ക് കൂടുതലും പൊട്ടറ്റോ കൊടുത്തേ, പിന്നെ ചിക്കനും, പിന്നെ കുറച്ച് സാലഡ്. നല്ലതാണോ? ഇവര് കുറച്ച് ദിവസമായിട്ട് പരാതിയാണ്, അതായത് ഇവർക്ക് ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് കൊടുക്കുന്നില്ല എന്നുള്ളത്.
എന്നാൽ പിന്നെ ആയിക്കോട്ടെ. നിങ്ങൾ മറ്റേ ഇതൊക്കെ മടുത്തോ? മക്രോണിയൊക്കെ മടുത്തോ? കുറച്ച് ദിവസമായിട്ട് മക്രോണി കൊടുത്തിട്ട്. നല്ലതാണോ? ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ എങ്ങനെ നല്ലതാണോ? ആ, നല്ല ചൂടുണ്ട്. എന്നാ സോസ് എടുത്തോ? എന്നാ സോസ് എടുക്ക. അവർക്ക് ചിക്കൻ ലെഗ് കൊടുത്തു, ഞങ്ങൾ ചിക്കൻ ബ്രസ്റ്റ് എടുത്തു. നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോവാം. മോട്ടോർ സൈക്കിള്. അമ്മേനെ കൊണ്ടുവരാൻ പോവാം നമുക്ക് കേട്ടോ. ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 3 മണി ആറായിട്ടും തീരുന്നില്ല. അവസാനം ലോഗൗട്ട് ചെയ്യാതെ ക്ലോസ് ചെയ്തിട്ട് പോന്നു. ഇനിയിപ്പോൾ നാളെ നൈറ്റ് ഡ്യൂട്ടിയാണ്. പക്ഷെ നാളെ 10 മണി എപ്പോഴാണെന്ന് വരാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ നാളെ ഡേറ്റ് എടുക്കുന്നില്ല. ഞാൻ വേറൊരു ദിവസം 3 മണിയാകുമ്പോഴേക്കും ഡ്യൂട്ടി കഴിയല്ലേ. കൊച്ചിനെ കൊണ്ട് നോക്കിയിരിക്കുന്നല്ലേ. അങ്ങനെ സ്ട്രെസ് പിടിച്ച് എഴുതാൻ പറ്റുകയല്ല. അങ്ങനെ എന്തിക്കാൻ പറ്റത്തില്ല. അല്ല, നമ്മുടെ ഡ്യൂട്ടി എന്ത് ജോലിയാണേലും ഏർലി മോർണിംഗിൽ നമ്മൾ ചെല്ലുമ്പം നമുക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത് നമ്മുടെ മുഴുവൻ ദിവസത്തിനെയും ചെറുതായിട്ടൊന്ന് നമ്മുടെ ദിവസത്തിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന പറയുന്നത് കറക്റ്റ് ആട്ടോ. കാരണം ഇന്ന് 7 മണിക്ക് ഡ്യൂട്ടി തുടങ്ങും. നമ്മൾ ഹാൻഡ് ഓവർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മറ്റേ ഈ ഭയങ്കര എമർജൻസി ആയിട്ടുള്ള അലറം അടിച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് വേഗം ഓടി ചെന്ന്, അതായത് മറ്റേ ഈ അതിനിപ്പോൾ പറയുന്നത് എങ്ങനെയാണ്, ഈ മെറ്റ് ടീം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട്. ഹാത്താന്ന് ഇവിടെ നമ്മുടെ ഇതിൽ പറയുന്നത്. അത്രയും വലിയൊരു എമർജൻസി ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഓടി ചെന്ന് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ സൈഡിലുള്ള പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് ടോയ്ലറ്റിൽ ബ്ലഡിൽ കുളിച്ച് കിടക്കുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ആ ഒരു മൂടങ്ങ് ഭയങ്കരമായിട്ടും ഇതായിപ്പോയി. വയസ്സ് 54 വയസ്സ്. പക്ഷെ ആ പേഷ്യന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു നോട്ട് രജിസ്ട്രേഷൻ എഴുതി അവര് സൈൻ ഇട്ട് കൊടുത്തേക്കുന്നതാണ്. DNR. അത് ഇവിടെ ഫിൻലൻഡിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. വേറെ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം 80 വയസ്സ് കഴിയുമ്പം തൊട്ട് പിന്നെ 90 കഴിഞ്ഞവർക്ക് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഡോക്ടർമാരും റിലേറ്റീവ്സും പേഷ്യന്റും കൂടെ ഒരുമിച്ച് തീരുമാനം എടുക്കുന്നതാണ്. അപ്പം ഓൾമോസ്റ്റ് മിക്ക കേസിലും 80 കഴിയുമ്പോഴേക്കും ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇങ്ങനെ സർവൈവ് ചെയ്യാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സാധാരണ അത് ഉണ്ടാവും, എടുക്കും, അങ്ങനത്തെ പെർമിഷൻ എടുക്കും. അപ്പോൾ അത് എടുത്തു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ICU കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ CPR കൊടുക്കണ ആയിക്കോട്ടെ, അങ്ങനെ പിന്നെ എമർജൻസി ടീം ഓടി വന്നിട്ട് എക്സ്ട്രാ മറ്റേ അഡ്രിനാലിൻ, പ്രൊപ്പോൾ, ഓരോ മെഡിസിൻസ് ഉണ്ടല്ലോ ഈ എമർജൻസിയിൽ യൂസ് ചെയ്യണം, അത് കൊടുക്കുന്നതായിക്കോട്ടെ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യല ഇങ്ങനെയുള്ള പേഷ്യൻസിന്. അത് ചെയ്യാൻ പാടില്ലെന്നാണ്. അപ്പം ഈ പേഷ്യൻ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് വീണ് കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പേപ്പറും സംഭവങ്ങളും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ആ പേഷ്യൻ്റ് എങ്ങും മാർക്ക് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫ്, ആദ്യം കണ്ട സ്റ്റാഫ് 30 കംപ്രഷൻ കൊടുത്തു. അപ്പോഴേക്കും പിന്നെ അറിഞ്ഞു കൊടുക്കണ്ടെന്നുള്ളത്. അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഫുള്ള് ബ്ലഡ് വോമിറ്റ് ചെയ്ത് മരിക്കാറായതായിരുന്നു. പലേറ്റീവ് വാർഡിലോട്ട് മാറ്റാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പക്ഷെ പക്ഷെ അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ അവിടെ ആ റൂമിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നല്ലോ. നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ ഒരു അങ്ങനെ ഒരു എൻഡ് ഉണ്ടാവില്ലായിരുന്നു. കാരണം ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ വിസിറ്റ് എന്ന് പറഞ്ഞ റിലേറ്റീവ് ആരെങ്കിലും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വോമിറ്റ് ചെയ്യാൻ, മിക്കവാറും ആ പേഷ്യന്റ് വോമിറ്റ് ചെയ്യാൻ തോന്നിയപ്പോഴായിരിക്കും അത് ടോയ്ലറ്റിലോട്ട് പോയത്. തൊട്ടടുത്ത് തന്നെയാണ്, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പക്ഷെ ടോയ്ലറ്റിൽ ചെന്നിട്ട് അത് വോമിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫുള്ള് മറ്റേ ബ്ലഡ് ഇതായിട്ട് ഡയഗ്നോസ് എന്നാന്നുള്ള ഇപ്പം പറയുന്നില്ല കേട്ടോ വീഡിയോയിലൂടെയൊന്നും. അതായത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പ്രായമായ ഒരാളാണെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മുടെ കൂടുതലുണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടാവും. അതായത് സ്വന്തമായിട്ട് നടന്ന് കാര്യങ്ങളൊക്കെ ICU അല്ലാത്ത സ്ഥിതിക്ക് ഉണ്ടാവുമല്ലോ. അതേ സ്ഥാനത്ത് ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരും ഉണ്ടാവത്തില്ല, പ്രത്യേകിച്ച് ഇവിടുത്തെ കൾച്ചറിലുള്ള ആൾക്കാരെ അവർ തന്നെയായിരിക്കും. ICUലാണെങ്കിലും ഉണ്ടാവും, എപ്പോഴും സ്റ്റാഫ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒബ്സർവേഷൻ വാർഡിലാണെങ്കിലും എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റ് സിറ്റുവേഷൻ അനുസരിച്ച്, ഇപ്പം മെമ്മറി പ്രശ്നമുള്ള പേഷ്യന്റ് ആണ്, ബെഡിൽ തന്നെ കിടക്കില്ല, എഴുന്നേറ്റ് അങ്ങനെ മെമ്മറി കംപ്ലീറ്റ് പോയവരാ, അങ്ങനെയുള്ളവർക്ക് ക്യാമറ വെച്ചിട്ട് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഈ പേഷ്യന്റ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റ് ആയിരുന്നു. 5:30 അതിനെ അറ്റൻഡ് ചെയ്ത് അതിനെ ഉറങ്ങാൻ കിടത്തി എല്ലാം സെറ്റ് ചെയ്ത് വീട്ടിലോടെ എഴുന്നേറ്റ് നടക്കുന്ന ടൈപ്പ് പേഷ്യന്റ്. എന്നാ മുത്തേ അമ്മ എടുക്കാടി, വീട്ടിൽ ചെന്നിട്ട് എടുക്കാം.
ഇപ്പൊ ചെല്ലും നമ്മള്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ആകുമ്പോ ഒരാളെ ഹോസ്പിറ്റലിൽ എപ്പോഴും തന്നെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അന്നേരം ഇങ്ങനെ ഒരു റയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. പക്ഷെ അതിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് മെയിൻ ആയിട്ടും. പിന്നെ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും തന്നെ വർക്കിംഗ് ആയിട്ട് ആരും തന്നെ ചിലപ്പോൾ അങ്ങനെ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അതായത് നമ്മൾ ഇമോഷൻ കൊണ്ട് കൈകാര്യം ചെയ്തു, പക്ഷെ റിയാലിറ്റി കൊണ്ടായി ബോഡി 4 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ വാർഡിൽ വെക്കുകയല്ല, മോർച്ചറിയിലോട്ട് മാറ്റും. പിന്നെ അതുപോലെ ഇവിടുത്തെ ഈ ശവസംസ്കാരമൊക്കെ എന്ന് പറയുന്നത് മക്കളൊക്കെ അവൈലബിൾ ആയിട്ട് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ മക്കളൊക്കെ ലീവൊക്കെ നോക്കിയിട്ട് എല്ലാം നോക്കി ചിലപ്പോൾ 1 മാസം വരെ ഇത് ചെയ്യും. 1 മാസം ചിലപ്പോൾ 3 മാസമൊക്കെ ഉള്ള കേസുകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാവത്തില്ല. അതായത് നമ്മുടെയൊക്കെ എടുത്തിട്ട് ശരിയാണ് 24 മണിക്കൂറിനുള്ളിൽ എന്തായാലും നടക്കത്തില്ലേ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മാസമായിരിക്കാം, കുറഞ്ഞത് എന്തായാലും 15 ദിവസം കഴിയാണ്ട് എന്തായാലും ഉണ്ടാവത്തില്ലേ. എല്ലാവരുടെയും ലീവ് സമയം ഒക്കെ നോക്കി അല്ലേ. ഇതായിരിക്കും എന്നാ പറയാ, മൊത്തം ഒരു നെഗറ്റീവ് വൈബായിരുന്നു. പക്ഷെ അതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഒരു വല്ലാണ്ട് തിരക്ക് ഭയങ്കര കാര്യമായിട്ടുണ്ടായിരുന്നെന്നും പറയാൻ പറ്റില്ല. നോർമലായിട്ട് നമുക്കുള്ള ഒരു ഡ്യൂട്ടിയും തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു പെട്ടെന്ന് അങ്ങനെ ഇത് വാർഡിൽ അങ്ങനെ കോമൺ അല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മള് ഈ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നതിന്റെ പ്രത്യേകത വെച്ചാണല്ലോ, അവിടെ നിന്ന് നടക്കുന്ന സംഭവം ഹൃദയത്തിൽ എടുക്കാൻ പാടില്ല എന്നുള്ള സംഭവമുണ്ട്. പക്ഷെ ചില കേസുകളില് നമ്മളെ അത് ചെറുതായിട്ടൊന്ന് കൊണ്ടേ. ഞാൻ കൂടുതലും ചിന്തിക്കുന്നത് ആ പേഷ്യന്റിന്റെ ഏജ് ഒക്കെ അത്ര ഏജാന്ന് പറഞ്ഞാലും അത് അങ്ങനെ, അതായത് മരണത്തോടടുത്തിരിക്കുന്ന ആളാന്ന് പറഞ്ഞാലും എങ്ങനാന്ന് പറഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് മൊമെന്റ് അതിന് അങ്ങനെ അത്രയും കഷ്ടത്തോടെയുള്ളൊരു എൻ്റെ ആയി പോയല്ലോ എന്നുള്ളൊരു വിഷമമുള്ളൂ നമുക്ക്. ആരോഗ്യമായിട്ട് നടന്നു വന്ന ആള് പെട്ടെന്ന് നടന്നല്ല, റൂൾ സ്റ്റൂളിലാണ്, മറ്റേ വീൽ ചെയറിലാണ് കൊണ്ടുവന്നത്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ആൾക്കാരെല്ലാരും വന്ന് കണ്ട്. അവരൊക്കെ പിന്നെ വെയിറ്റഡ് ആയിരുന്നു. അപ്പം കുറച്ച് അവർ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ഈ പേഷ്യന്റിന് ഇങ്ങനത്തെ ഒരു ഡയഗ്നോസിസ്, അതായത് മരിക്കും, ഒരുപാട് വേദന സഹിക്കേണ്ട ഒരു തരം അസുഖമാണ് അതിന്. അപ്പം അത്രയും സഫർ ചെയ്യാതെ പെട്ടെന്ന് പോയെന്നുള്ളതാണ് അവര് ചിന്തിക്കുന്നത്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആക്സിഡന്റ് പോലെ അതങ്ങ് കണ്ടത് കൊണ്ടുള്ള ഒരു ഇതാണ് എനിക്ക്. ക്രീമാണോ കാക്ക? കാക്ക കരയുക. സെയിം ഫുഡ് ചിക്കന് ബ്രക്കോളി കൂടുതലിട്ടിട്ടുണ്ട്. നമ്മളൊരു വാക്ക് പിള്ളേരോട് പറഞ്ഞാൽ അത് പാലിക്കണം. അതിനൊരു വയ്യ എന്ന് പറയരുത് അല്ലേ. അമ്മയും പെൺമക്കളും ഇളയ മോനും കൂടെ കൂടിയിട്ട് എവിടെയാണ് മോളെ നിങ്ങള്? ട്രോപ്പിക് ലാൻഡ് സ്പായിൽ പോവാണ്. മമ്മിക്ക് ചെറിയ ക്ഷീണമുണ്ട്, കാരണം പെമ്മക്കളോട് പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. ജോണിക്കുട്ടിക്ക് ചുമ, അതുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നില്ല. അത് മാത്രമല്ല ഞാനും ജോണിക്കുട്ടിയും കൂടെ സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോവാണ്. വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കൊണ്ടുവരും? കൈ നിറയെ ഒരുമിച്ചോ? അല്ല, എനിക്ക് ഹൈക്ക് ചെയ്യാൻ പോകണം മോനെ. എനിക്ക് നാളെ ഡ്യൂട്ടിയോട് പറ്റത്തില്ലല്ലോ. ഓക്കെ, ടാറ്റാ. ഈ ക്ഷീണവും വെച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കുക. 2-3 ദിവസമായിട്ട് സ്കിപ്പ് ചെയ്തത് കൊണ്ട് വെള്ളത്തിൽ കിടന്ന് ഉറങ്ങിക്കോ. കൊച്ചിനെ ആ സാലേന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ 2 ഫുഡ് വാങ്ങിച്ചിട്ട് പോക്കണേ. എന്തെങ്കിലും പണിയോ? ശരി, തണുപ്പുണ്ടല്ലോ. ഞാൻ നല്ല സൂപ്പർ ടയർഡാ. പിന്നെ ഇവരുടെ എക്സൈറ്റ്മെന്റ് സന്തോഷം കാണുമ്പോൾ അവിടെ പോയി ഇരിക്കാൻ തോന്നുന്നു. പൂളിലിരിക്കാം അല്ലേ. സ്വിമ്മിങ്ങിന്റെ ഡയപ്പർ എടുത്തിട്ടുണ്ടോ? സ്വിമ്മിങ്ങിന്റെ ഡയപ്പർ 2 ഉണ്ട്. അമ്മ ഹാപ്പി ആയിരിക്കും. നോർമൽ നല്ല സുഖമല്ല. ആണോ? അമ്മ ഹാപ്പി ആയിട്ട് വരാം. നോർമൽ ഡയപ്പർ എടുത്തിട്ടുണ്ട്. കൺഫേം അല്ലേ മോളു? അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല വെള്ളത്തില്. ഓക്കെ, വെറ്റേപ്പ് കൂടി ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ പോയിട്ട് ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു. നമ്മൾ ഒരു 5 മണിയാകുമ്പോൾ അവിടെ കയറാനാണ് നമ്മുടെ പ്ലാൻ. 8 മണിയാകുമ്പോഴേക്കും അത് ക്ലോസ് ചെയ്യും. ഇപ്പോൾ 7:45 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ്. 2 മണിക്കൂർ അതിൻ്റെ അകത്ത് കിട്ടുമായിരിക്കും. പക്ഷേ 2 മണിക്കൂർ ഇനഫായിരിക്കും. ഇവർ ഒരു 3-4 തവണ നീന്തി ചാടി കഴിയുമ്പോഴേക്കും ഒക്കെ എന്തോ നമ്മൾ പിള്ളേർക്ക് കുഞ്ഞാവിക്കൊന്നും കൊടുത്തില്ലായിരുന്നു. അപ്പം ഫുഡ് സ്മൂതി ഇപ്പം പെട്ടെന്ന് ജസ്റ്റ് ഈ കടയിൽ നിന്ന് കയറി. 3:30-ക്കും 4:30-ക്കും 5 മണിക്കും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ടൗണിൽ. ഇടസമയത്തൊക്കെ ഒന്നും ഒരു വണ്ടി പോലും ചിലപ്പോൾ കാണാനുണ്ടാവില്ല. പക്ഷേ
രാവിലെ അതുപോലെ തന്നെ ഒരു 8 മണിക്കും 9 മണിയുടെ ഇടയ്ക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. നല്ല ട്രാഫിക് കൂടുതലാണ്. അവിടെ എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു, വണ്ടി കംപ്ലൈന്റ് ആയെന്ന് തോന്നുന്നു. അയ്യോ മതി, നമ്മളപ്പോൾ ഇനി ലേറ്റ് ആവുമല്ലോ. മമ്മയുടെ മാസ്റ്റേഴ്സിന് സെലക്ട് ആയിരുന്ന യൂണിവേഴ്സിറ്റി ഇവിടെയാണ്, ഓബോ യൂണിവേഴ്സിറ്റി. ഓബോ അക്കാഡമി അല്ലേ? ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവര് നമ്മളെ ലൈക്ക് സീസണിലായതുകൊണ്ട് നല്ല രസമായിരിക്കും കാണാനൊക്കെ. ഇതാട്ടോ നമ്മള് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ഒക്കെ ഇവിടെ വന്ന് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എസക്കുട്ടി പക്ഷേ അവൻ്റെ സെക്കൻഡ് ടൈം ഇപ്പോൾ അവനെയും കൊണ്ട് നമ്മൾ വരുന്നത്. അതായത് വെള്ളത്തിലൊക്കെ കളിക്കാൻ പാകത്തിന് പ്രായമായതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന കേട്ടോ. സെയിം പൂള് നമ്മൾ ഇന്നാള് വന്ന് എസക്കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ അവനെ കൊണ്ട് വന്നില്ലേ, ആ സെയിം സ്ഥലം തന്നെ കേട്ടോ. പക്ഷെ ഇപ്പൊ തിരക്കൊക്കെ ഒത്തിരി കുറവ്, ആരും തന്നെ ഇല്ല ഇവിടെ, നമ്മൾ മാത്രമേ ഉള്ളൂ. മാളും ചക്കയൊക്കെ അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുക. എസക്കുട്ടി ഇവിടെ ബക്കറ്റ് എണ്ണി വെള്ളം കോരി കമത്തി വെച്ചോണ്ടിരിക്കുക. അയ്യോ എനിക്കയ്യ. ഇതിൻ്റെ അകത്ത് ബബിൾസ് ഇങ്ങനെ ചെറിയൊരു സ്പായ എടുത്ത് പൂളിലിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് 9 തൊട്ട് 12 ഡിഗ്രി സെൽഷ്യസ് ഉള്ളു കേട്ടോ. ഈ വെള്ളത്തിൽ നല്ല ഐസ് ഉള്ള. ഇറങ്ങിക്കോ കാണട്ടെ. ഇഷ്ടമാണ്. ജോൺകുട്ടിയെ കൊണ്ടുവരായിരുന്നു. അപ്പൊ ഇന്നിപ്പോ വിചാരിച്ച അടുത്ത പ്രാവശ്യം എന്തായാലും ഫാമിലി ടിക്കറ്റ് നമുക്ക് എടുക്കുമ്പോൾ ഒരുമിച്ച് വരാമെന്ന്. ഇപ്പൊ നമ്മള് ചക്കിക്ക് ഫ്രീ ആയിരുന്നു. ബേബിക്കും എനിക്കും മാളൂനും കൂടെയും കൂടിയിട്ട് 28 യൂറോ. പിള്ളേര് നീന്തലൊക്കെ കഴിഞ്ഞതാണ്ട് ഇവിടെ സ്പാ എടുക്കാൻ വന്നേക്കും കേട്ടോ. നിങ്ങൾ തന്നെ ഐസ് വാട്ടറിൽ മുങ്ങിയോ? ആണോ? എങ്ങനെയോ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ പരിപാടി കഴിഞ്ഞു. പിള്ളേരെല്ലാം ഡ്രസ്സൊക്കെ മാറി. ഇനി എസ്കുട്ടിനെ കൊണ്ട് നമ്മൾ എത്ര പെട്ടെന്ന് പോയപ്പോഴേക്കും ഒരു ക്ലോസ് ചെയ്യും. നമ്മൾ കുറച്ച് യോഗർട്ടിൻ്റെ ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിങ്ങനെ കൊടുക്കുവാണ്. മാള് 2 ബാഗ് കൊടുത്തോ പുറത്ത്? ഓക്കെ. അപ്പം ഇനി നമുക്ക് നേരെ പോകാമല്ലേ? എല്ലാം എടുത്തു റെഡിയാക്കി നമ്മൾ കീ കൊടുക്കണം എത്രയും പെട്ടെന്ന്. ഓക്കെ, വേമാ വേമാ. അപ്പോൾ ഇനി ഉടനെ ഉണ്ടാവും ഒരു ട്രോപ്പിക് ലാൻഡ് വിസിറ്റ്. എന്തായാലും ജോണിക്കുട്ടിക്ക് ഉണ്ടാവും. ആക്ച്വലി പ്രൈസ് നല്ല കുറവായിരുന്നു. ഞങ്ങൾ കൊടുത്ത് 28 യൂറോ ഒരാൾക്ക്, പക്ഷെ ആക്ച്വലി 14 യൂറോ. 14 യൂറോസ് വീക്ക് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ. ഒത്തിരി തിരക്കില്ലായിരുന്നു എന്നല്ലേ? പിന്നെ നമുക്ക് ഇവിടെ കീ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം അല്ലേ? ആ യെസ്, വേഗം പോവാം, അവർ വെയിറ്റ് ചെയ്തിരിക്കുക. കീ ഡ്രോപ്പ് ചെയ്താ? ഓക്കെ. മഴയാണോ നോക്കി പുറത്ത്? നല്ല കാറ്റ്. ജാക്കറ്റ് ഇടുന്നോടെ എസക്കുട്ടി? നമ്മൾ വന്നപ്പോൾ തന്നെയുള്ള സെയിം വെതർ തന്നെ. വന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ചക്കയ്ക്ക് ഒരു ലിപ്പ് കിട്ടിയതുകൊണ്ട് നമുക്കൊരു ട്രോപ്പിക് ലാൻഡിയ വിസിറ്റ് ആയല്ലേ മാളു? താഴെ വിട്ട് അപ്പം ഓടും. ഇത് ഇത്ര ഗ്യാപ്പേ ഉള്ളേ. അപ്പോൾ കൈ ഇടിക്കാതെ കറക്റ്റ് അവരെ അകത്ത് കയറ്റി. ഇനി എടുത്തത് മാള് കയറിയ മാളു. ഓക്കെ. ക്യാമറ വല്ലാണ്ട് വെട്ടിക്കുമ്പം കണ്ണ് വേദന എടുക്കണ്ടെങ്കിൽ സോറി കേട്ടോ. ഞാൻ അത്ര എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ട് ഇച്ചിരി പാടാണ്. ഇച്ചാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ക്യാമറ തിരിക്കുമ്പം ഭയങ്കര ഫാസ്റ്റാണ്. ചില സമയത്ത് ഞാൻ മറന്നു. നല്ല ക്ഷീണമായിരുന്നു, പക്ഷെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. പൂളിലൊക്കെ ഇരുന്ന് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സവനയ്ക്കകത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങി കഴിയുമ്പോഴേക്കും ഫ്രഷ് ആയിട്ടുണ്ട്. ഇത് സൂപ്പറായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. നാളെ നൈറ്റ് ഡ്യൂട്ടിയാണ്, അപ്പം കുഴപ്പമില്ല. എടുക്കട്ടെ, അതിന്റെ വേണമെങ്കിൽ ഹാഫ് കൂട്ടി കൊടുത്തു. അവന് സെപ്പറേറ്റ് ഞാൻ മൊത്തം കഴിക്കില്ലേ. എന്താ അമ്മയ്ക്ക് കണ്ടപ്പോ നിങ്ങൾ കഴിച്ചോ? ഇല്ല, ജോൺകുട്ടിക്ക് വെച്ചിട്ടില്ലേ? ഇനി 1 2 4 ഓക്കെ, 15. അപ്പൊ പോയാലോ നമുക്ക്? യെസ്. ഇവിടെ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ അഡ്രസ് വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അറിയോ? 3:45. പപ്പ എല്ലാം വിളിച്ചോ? ഇല്ല, പപ്പ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് തിരക്കാന്നറിയാലോ. അമ്മ കൊച്ചിനെയും കൊണ്ടുള്ളപ്പോൾ ഫോൺ എടുക്കാമെന്നൊക്കെ ഇതല്ലേ. ഉച്ചയ്ക്ക് ഫോണിൽ ഇപ്പം ഞാൻ പിടിച്ചോളാം. അങ്ങനെ വിളിച്ച് പപ്പ ബിസി ആക്കാറില്ല. ഇപ്പം വലിയ തിരക്കൊന്നുമില്ലായിരുന്നല്ലേ? എനിക്ക് തോന്നുന്നു വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ വരുമ്പോൾ ഇങ്ങനല്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം ഇവിടെ ഒത്തിരി അങ്ങനെ വാട്ടർ പാർക്കുകളൊന്നുമില്ല. നമ്മുടെ ഈ ഏരിയയിൽ ഓസ്റ്റർ ബോട്ടിൽ എനിക്ക് തോന്നുന്നു ഇതോരണേ ഉള്ളൂ നല്ലൊരു വാട്ടർ പാർക്കൊന്നും പറയാനായിട്ട്. ഇൻഡോർ ഇതായിട്ട്. പാസയിലെ സീ സൈഡാണ്.
വേവ്സ് ഒന്നും ഇല്ലാത്ത തീരം. ഇവിടെയല്ലായിരുന്നു ആക്ച്വലി, അവിടെയായിരുന്നു. കടൽ അവിടെയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അവിടെയാണ്, റൈറ്റിലോട്ട്. അങ്ങനെ ഇനി നമ്മൾ ഇവിടുന്ന് എത്ര നേരം കൊണ്ട് വീട്ടിൽ ചെല്ലും? 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ ചെല്ലും. ഇപ്പം ഒരു തിരക്കുമില്ലേ. നമ്മൾ ഇങ്ങോട്ട് പെന്നാ തിരക്കായിരുന്നു അല്ലേ. സമയമൊക്കെ ആകുമ്പോഴേക്കും പിന്നെ വലിയ തിരക്കില്ലാത്ത അതാണ് അവസ്ഥയാണ്. ഹസ്ബൻഡ് ഇറങ്ങിയോടി. പുള്ളി മിക്കവാറും പെട്ടെന്ന് ഉറങ്ങും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഇതല്ലേ, ഭയങ്കര ആക്റ്റീവായിരുന്നു. നല്ലതായിട്ട് വെള്ളത്തിൽ ഞാൻ ഒട്ടും കരഞ്ഞൊന്നുമില്ലേ. ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഒന്ന് ഇറങ്ങാൻ ഒരു ഇച്ചിരി പേടിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ പുള്ളീനെ നമ്മൾ കുഞ്ഞു ബേബിമാരുടെ സ്ഥലത്തോട് ഇച്ചിരി നേരം നിർത്തി കഴിഞ്ഞ് ഇച്ചിരി നേരം വെള്ളത്തിൽ പിടിച്ചും പിരിച്ചും ബക്കറ്റേ കോരി ഒഴിച്ച് ബക്കറ്റ് എടുത്ത് വെച്ചോണ്ട് ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീടെത്തി. ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ സ്പഗറ്റി ഉണ്ടല്ലോ, അത് കുറച്ച് ക്രീമി ആക്കി എടുക്കാമെന്ന് ഓർത്തു. പിള്ളേർക്ക് ഡിന്നറിനത് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് പിന്നെ ഓക്കെ തീർന്നല്ലോ. പിന്നെ അടുത്ത ദിവസം തൊട്ട് പുതിയ ഉണ്ടാക്കാം. ഞാനും ജോണിക്കുട്ടി നടക്കാനൊക്കെ പോയിട്ട് വന്നു. ഞാൻ പറഞ്ഞിട്ട് എപ്പോഴാണ് നിങ്ങള് ആണോ? ആയിരുന്നു സാർ. നല്ല അടിപൊളി സാധനമൊക്കെയുള്ള കയ്യിലിരിക്കുന്നത്. ഞാൻ ചിക്കൻ ഫുഡ് ഉണ്ടാക്കുമായിരുന്നോ? അല്ല, ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമോ? എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? അല്ല, പിള്ളേർക്ക് ഞാൻ ഇത് പാഴ്സൽ മേടിച്ചോണ്ട് വന്നേക്കോ. അതൊക്കെ പണ്ടല്ലായിരുന്നോ? അപ്പൊ ഇന്ന് പിള്ളേർക്ക് എന്നാ ചിക്കു ബട്ടർ ചിക്കൻ സ്പഗറ്റി എങ്ങനെയാ ഉണ്ടാക്കിയേ? ബട്ടർ ചിക്കൻ്റെ മസാല നമ്മൾ പിന്നെ പറഞ്ഞു ചക്കേ. തന്തൂരി ചിക്കൻ സ്പഗത്തി എങ്ങനെയുണ്ട്? ബട്ടർ ചിക്കൻ സ്പഗത്തി. തണ്ടൂരി ചിക്കൻ എങ്ങനെയുണ്ട് മാളു? മാള് കഴിച്ചില്ലല്ലോ. ഓക്കെ, ഇത് കഴിച്ചു നോക്കത്. എങ്ങനെയുണ്ട്? കുറച്ച് സ്പൈസിയാണ്. കറീസ് ഗോസ് ടു ചിക്കുന്. സാലഡാണ്, ചിക്കൻ സാലഡ്. എനിക്കോ? ചക്കയ്ക്ക് ഒലിവ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ചക്ക കൊണ്ട് ഒലിവ് കൂടുതലെടുത്തു. ജോണിക്കുട്ടിക്ക് ഇഷ്ടമല്ലേ? ഉപ്പ് എങ്ങനെയുണ്ട്? എനിക്ക് തോന്നില്ല. ഈ ദിവസം ഞാൻ ഓർത്തു ട്രൈ ചെയ്യാൻ. ഇറങ്ങിപ്പോയായിരുന്നു കേട്ടോ നമ്മളെല്ലാം ഫുഡ് കഴിച്ചപ്പോൾ. അപ്പോൾ അവന് കുറച്ച് സ്മൂതി ഉണ്ടാക്കി കൊടുത്താണ്. അവൻ്റെ സ്ട്രോ എന്തേന്നെ ആ സ്ട്രോ ഇട്ട് കൊടുത്താൽ കുടിച്ചോളൂ. പിള്ളേരെ പറ്റിച്ചല്ലേ? ആ ചീരയുടെ സ്പഗറ്റി ഉണ്ടല്ലോ, സെയിം സാധനം തന്നെ. ആക്ച്വലി കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒലിവെണ്ണയ്ക്കകത്തിട്ടിട്ട് കുറച്ച് ക്യാരറ്റ്, തക്കാളി, സവോള ഒക്കെ ഇട്ട് നന്നായി പഴറ്റിട്ട് അതങ്ങ് അരച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അതേ കുറച്ച് തന്തൂരി മസാലയും കുറച്ച് മേത്തി ലീവ്സ് ഉണ്ടല്ലോ അതുകൂടി അങ്ങ് തിരുമ്മിയിട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ ആ കഴിഞ്ഞ ദിവസത്തെ സ്പിനാച്ചിൻ്റെ ആ സ്പഗറ്റി ഉണ്ടല്ലോ അതും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് മൂടി വെച്ച് നല്ല ജ്യൂസി ആക്കി അങ്ങ് എടുത്തു. പിള്ളേർക്ക് മനസ്സിലായില്ല. ചെറിയ ചേഞ്ചസ് വരുത്തി. കുട്ടിക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കുട്ടി ബാളം തുടങ്ങി, നമ്മൾ ഉറക്കാൻ പോവുകയാണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.